ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ സി ജെ പി സമരത്തിനിടയിലും സി ജെ പി ഈ പ്രവർത്തകരുടെ ഈ പ്രവർത്തികൾക്കിടയിലും അനാർക്കിസത്തിനിടയിൽ മുങ്ങിപ്പോകുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ FCRA നിയമം. FCRA നിയമം അത് 2.0 ഉടനെ തന്നെ നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ തുടങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ CJP സമരത്തിലും ഈ FCRA നിയമത്തിന്റെ ഒരു വലിയൊരു സ്വാധീനം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവർക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട്. ആ ഫണ്ട് വന്നത് പല രീതിയിലുള്ള NGOകളിൽ നിന്നാണ്. NGOകളിൽ നിന്ന് ഫണ്ട് ഇവർക്ക് വരുമ്പോൾ ഈ ഫണ്ട് എന്തിനാണ് വന്നത് എന്നുള്ളത് കാണിക്കേണ്ട ബാധ്യത നിലവിൽ NGOകൾക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വരുന്ന ഫണ്ട് നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കാനുള്ള ആ ഒരു ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതൊരു വലിയ രീതിയിൽ ഒരു ഇഷ്യൂ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അതിനിടയിൽ ആ FCRA എന്തായാലും വരണം. ഇപ്പൊ BJPയുടെ ഫുൾ ഒരു അൽഗോരിതം IT സെല്ല് മുഴുവനായിട്ട് ഇപ്പം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം FCRA നിയമം എത്രയും വേഗം കൊണ്ടുവരണം എന്നുള്ളതാണ്. അടുത്ത ആഴ്ച അത് അവതരിപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ സമയത്ത് അത് പാസ്സാകേണ്ടതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി സംസാരിക്കാം, അതിനെ കുറിച്ച് നമുക്കത് പറയാം. പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ ഈ CJP എന്ന് പറയുന്ന ഈ പാർട്ടി നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവര് ഈ സൗരവ് ദാസ് അറിയാലോ, CJPയുടെ മറ്റേ മദ്യലഹരിയിൽ പങ്കെടുത്ത, ടൈഫോയിഡ് പിടിച്ച അഭിജിത്ത് ദീപ്കയും കൊണ്ട് മദ്യലഹരിയിൽ പങ്കെടുത്ത അവൻ, വിരുന്നിൽ പങ്കെടുത്ത അവൻ ഈ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കരുതെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രക്ഷോഭം ഞാൻ തുടങ്ങും എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഇപ്പോ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവൻ ആരെയാണ് ഇപ്പൊ വെല്ലുവിളിക്കുന്നതെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയാണ് വെല്ലുവിളിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പറയുന്നത്, ഇനി പ്രക്ഷോഭം നടത്തുന്നെങ്കിൽ ജന്തർ മന്ത്രയിൽ നടത്തരുത്, നിങ്ങൾ സുപ്രീം കോടതിയുടെ ഫ്രണ്ടിൽ പോയി നടത്തിക്കൊള്ളണം, ആ ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം എന്നാണ് അവർ പറയുന്നത്. കാരണം സുപ്രീം കോടതിയാണ് പറയുന്നത് ഈ ക്രിമിനൽ കേസുള്ളവരുടെ കേസൊന്നും പിൻവലിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. അങ്ങനെ പോലീസിന്റെ തലയടിച്ച് പൊട്ടിച്ചവൻ, പിന്നെ റോഡിൽ അട്രോസിറ്റി കാണിച്ചവൻ, CCTV തല്ലി പൊളിച്ചവൻ, ബാരിക്കേഡ് എടുത്തുകൊണ്ട് പോയവൻ, ചെടിച്ചട്ടി അടിച്ചു പൊട്ടിച്ചവൻ, ഇങ്ങനെയുള്ളവന്മാരുടെ ഒന്നും കേസ് പിൻവലിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രിമിനൽ കേസ് പിൻവലിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നോയിഡയിൽ 25 വയസ്സുള്ള രുചിക സിംഗ് എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ഈ രുചിക സിംഗ് അപ്പൊ സോഷ്യൽ മീഡിയയിൽ സോക്കോൾഡ് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് ഈ പെൺകുട്ടി. ഈ പെൺകുട്ടിയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെറി 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഷെഫീന ബീവി വിളിക്കുന്നതിനെക്കാട്ടിലും മുടിഞ്ഞ തെറിയാണ് ഇതിൽ കടന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, ഭയങ്കര തെറി. അപ്പൊ ഇവളെ ഇന്ന് UP പോലീസ് തൂക്കി. UP പോലീസ് എല്ലാം കണ്ടെടുത്ത് എല്ലാ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി നോട്ടീസ് അയച്ചു വരാൻ പറഞ്ഞു. അപ്പോ സ്വാഭാവികമായിട്ടും വരാൻ പറയുമ്പോൾ ഇവർ ഇറക്കുന്ന അടുത്ത ഒരു മറ്റേ കഥയാണ് മേ 15 സാൽ കാഹു, എനിക്ക് ഇത്ര സാലേ ഉള്ളൂ, എനിക്ക് ഇത്ര വയസ്സേ ഉള്ളൂ, എന്നെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്, എന്റെ മാനസികാവസ്ഥ കംപ്ലീറ്റ് തകർന്നു, ഏത് നിമിഷവും പോലീസ് വീട്ടിന്റെ കതകിൽ വന്ന് മുട്ടും എന്നുള്ള ഭയത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ അടിച്ചു വിടുന്നത്. രാത്രി മാതാപിതാക്കൾക്കും എനിക്കും ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കഥയോട് കഥ, ഇൻസ്റ്റാഗ്രാം ഫുള്ള് കഥ. ഈ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ മോദിയെ തെറി പറഞ്ഞവനും പോലീസിന്റെ മണ്ട അടിച്ചു പൊട്ടിച്ചവന്റെയും കഥകൾ മാത്രമേ ഉള്ളൂ. പോലീസ് വന്ന് മുട്ടുന്നു, ഞങ്ങളെ പിടിക്കുന്നു, അച്ഛനും അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു, തൊട്ടപ്പുറത്തുള്ള ബജ്രംഗ് ദൾ വന്ന് ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു, മോദിയെ തെറി പറഞ്ഞോടാ നീ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എന്റെ മാനസികാവസ്ഥ മുഴുവനായിട്ടും തകരാറിലായി എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതാണ്. അപ്പോ നിലവിൽ ഇവർക്കെതിരെ കേസെടുക്കരുത്. ഈ രുചിക സിംഗ് പ്രധാനമന്ത്രിയെ അബ്യൂസീവ് ലാംഗ്വേജിൽ അസഭ്യം പറഞ്ഞത് അത് കുഴപ്പമില്ല എന്നാണ് ഇപ്പൊ അഭിജിത്ത് ദീപ്കെ പറഞ്ഞിരിക്കുന്നത്. അത് കുഴപ്പമില്ല, അതൊരു സമരത്തിന്റെ ഭാഗമാകുമ്പോൾ പ്രധാനമന്ത്രിയൊക്കെ ആർക്കും എന്ത് വായത്തൊന്നും വിളിച്ച് പറയാം എന്നാണ് ഇയാളുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കൗണ്ടറായിട്ട് മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം, ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റില് വലിയ രീതിയിലുള്ള പോലീസിന് നേരെ വലിയ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടായി. ആ അറ്റാക്ക് ഉണ്ടായ പോലീസുകാരുടെ വീട്ടുകാർ നിലവിൽ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ഹേർട്ട് ബ്രേക്കിംഗ് എന്നാണ് പറയുന്നത്. അവർ ഡോക്ടർ ഓഫ് ഡൽഹി പോലീസ് SI ഇൻജോർഡ് ഡ്യൂറിംഗ് ജന്തർ മന്ദർ വയലൻസ് സ്പീക്സ് ഔട്ട്, മൈ ഫാദർ സേവ്ഡ് 15 years ആസ് എ മറൈൻ കമാൻഡോ ഇൻ ദ ഇന്ത്യൻ നേവി ബിഫോർ ജോയിനിങ് ദ ഡൽഹി പോലീസ്. എന്റെ അച്ഛൻ 15 വർഷം ഇന്ത്യൻ നേവിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, മറൈൻ കമാൻഡന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഡൽഹി പോലീസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. ഹി വാസ് ഡ്രാഗ്ഡ് ബൈ എ മോബ്. അദ്ദേഹം ഒരു ആൾക്കൂട്ട ആക്രമണം നേരിടാനിടയായി വലിച്ചഴക്കപ്പെട്ടു. നിയർലി ലിഞ്ച്ഡ്, ആൾക്കൂട്ട ആക്രമണം നേരിട്ട് അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള ക്ഷതം സംഭവിച്ചു. ആൻഡ് കെയിം ഹോം കവേർഡ് ഇൻ ബ്ലഡ്. വീട്ടിലേക്ക് അദ്ദേഹം വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, അദ്ദേഹത്തിന്റെ ദേഹം മുഴുവൻ രക്തമുഖരിതമായിരുന്നു എന്നാണ് പറയുന്നത്. then I saw him being called a criminal online. അതിനുശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ അച്ഛൻ ഒരു ക്രിമിനലാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ CJP പറയുന്നതാണ് ഞാൻ കാണുന്നത്. വി ഹാവ് ആൾസോ അപ്രോച്ച്ഡ് ദ സുപ്രീം കോർട്ട് സീക്കിംഗ് ജസ്റ്റിസ്. ഞങ്ങൾ ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിഷ്വല് എന്നയുടെ വിഷ്വലാണ്, ബട്ട് ഇതിപ്പോ
സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷലാണ്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ഈ വരുന്നുണ്ട്, ഡൽഹി പോലീസിന്റെ നേരിട്ട ഈ അട്രോസിറ്റീസ് പറയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവർ ഇതിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിന്റെ സത്യാവസ്ഥ അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. നമുക്ക് ചോദിക്കേണ്ട രണ്ട് കാര്യം, ഈ CJP പ്രൊട്ടസ്റ്റിൽ FCRയെ മുക്കാനുള്ള ശ്രമമാണോ അവർ നടത്തുന്നത്? ഈ ഡൽഹി പോലീസിന് നീതി കിട്ടുമോ? അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഈ ഡൽഹി പോലീസിനെ മർദ്ദിച്ചവരുടെ കേസുകളും ഈ CJPയുടെ ആ ഒരു ഭീഷണിയെ തുടർന്ന് പിൻവലിക്കാനാണോ സാധ്യത? ഈ സമരം കഴിഞ്ഞപ്പോൾ തന്നെ, ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ BJPയുടെ രാഷ്ട്രീയ എതിരാളികളെല്ലാം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരടങ്ങിയിരിക്കില്ല, മോദിയും ടീമും, മോദിയും ഷായും ഒന്നും അടങ്ങിയിരിക്കില്ല. അവര് എല്ലാം ഇതിന്റെ ബ്ലോക്ക് ചെയ്യും. കാരണം ഇനി ഒരിക്കൽ കൂടി ഇങ്ങനത്തെ ഒരു സമരം വരാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എലിമെന്റ്സുകൾ, ഇപ്പൊ വിധ്വംസക പ്രവർത്തകർ, രാജ്യവിരുദ്ധരായിട്ടുള്ള ഒരുപാട് പേര് ഈ സമരത്തിന്റെ പിന്നിലുണ്ടായിരുന്നു. അതിലൊന്ന് പ്രത്യേകിച്ച് ഈ NGOകൾ വലിയ രീതിയിലുണ്ടായിരുന്നു. അതിൽ തന്നെ പ്രധാനപ്പെട്ട 2 സഭകൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രത്യക്ഷത്തിൽ വരാത്ത ചില സഭകൾ കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അത് 2 ഉള്ളത് നമ്മുടെ കന്യാകുമാരി, തിരുവനന്തപുരം ബേസ് ചെയ്തിരിക്കുന്ന 2 സഭകൾ പരസ്യമായിട്ട് തന്നെ, അല്ലാത്തവർ രഹസ്യമായി തന്നെ വലിയ ഫണ്ട് ഒഴുക്കിയിരുന്നു. അത് പല സഭകളുടെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ പേര് പറയുന്നില്ല, അത് അന്വേഷണത്തിലാണ്. ചിലപ്പോൾ ചില സഭകള് ഈ രാജ്യത്ത് നിരോധിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ, സഭകളെ. അതായത് ഞാൻ പറയുന്നത് ഈ നവസഭകൾ മാത്രമല്ല, അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുള്ള മറ്റൊരു സഭയും വലിയ സംശയത്തിന് നിലവിൽ. ഞാൻ ആ സഭയുടെ പേര് പറയാത്തത് അതിന്റെ ഒരു കറക്റ്റ് ഇതിലേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം അവിടങ്ങളിലാണ് വലിയ രീതിയിൽ ഫണ്ട് വരികയും ഈ ഫണ്ട് രാജ്യത്ത് ഇതേവരെ നടന്നിട്ടുള്ള പല കാര്യങ്ങൾക്കും ഈ ഫണ്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും മറ്റുമൊക്കെ. ആ സഭകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിരോധനത്തിന് സാധ്യതയുണ്ട്. ഇതിപ്പോ സ്വാഭാവികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിൽ കർശനമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ. ദിമോത്തീവ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയെ തന്നെ ഈ രാജ്യത്ത് നിരോധിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു NGO ആണ് ഈ ദിമോത്തി ഇനിഷ്യേറ്റീവ്. അതപ്പോ തന്നെ സൂചന മനസ്സിലായിട്ടുണ്ട്. അവനെ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വാർത്തയും ഇതിനോടൊപ്പം വരുന്നുണ്ട്. ചില സോഴ്സുകളിൽ നിന്നുള്ള വാർത്തകളാണ്, എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും FCRA ബില്ല് ഇനി യാതൊരുവിധ ചർച്ച, ഒരുപക്ഷെ പാർലമെന്റിലേക്ക് അതൊരു ചർച്ച ഉണ്ടാകുമെന്നുള്ളതല്ലാതെ ഇനി വേറെ ആരുമായിട്ട് ചർച്ചകൾക്ക് ഒരു സ്കോപ്പൊന്നുമില്ല. FCRA ബില്ല് കൊണ്ടുവരികയാണ് അടുത്ത ആഴ്ച. അത് ശ്രീ അമിത്ഷാ തന്നെയാണ് ആ ബില്ല് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. കാരണം ഈ സമരത്തിലടക്കം ഈ സഭകളുടെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അവർ പരസ്യമായി തന്നെ രംഗത്ത് ഇറങ്ങിയിരുന്നു. ഒപ്പം തന്നെ പരസ്യമായി തന്നെ ആഹ്വാനം നൽകിയിരുന്നു. ഒപ്പം തന്നെ അവര് ഈ വലിയ രീതിയിൽ തന്നെ ഫണ്ട്, അവർ മാത്രമല്ല ഒരുപാട് NGOകളുടെ ഫണ്ടാണ് ഈ സമരത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടതാണ്. ഒരു ചെറിയ കച്ചവടക്കാരനായ ഒരു ബിരിയാണി കച്ചവടക്കാരൻ അവിടെ വന്നിട്ട് 10,000 ബിരിയാണിയാണ് അയാൾ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു ദിവസം ഈ സമരക്കാർക്ക്. അയാൾ തന്നെ പറഞ്ഞതാണ്, ജുനൈദ്, അത് പുള്ളി തന്നെ പറയുന്നതാണ്, ഞാൻ എത്രയും വെച്ച് ബിരിയാണി കൊടുത്തിരുന്നുള്ളൂ. ഇതിന് നിനക്ക് എവിടുന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ പുള്ളി പറഞ്ഞില്ല. പിന്നീട് പുള്ളി പറയുന്നത് ഈ വരുന്നവരെല്ലാം ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ സംഭാവന തന്നുകൊണ്ടാണ് ഇതിനും മാത്രം പൈസ എവിടുന്നാണ് ഈ സംഭാവന കിട്ടുന്നത്? നമ്മളൊക്കെ സമരം നടത്താറുള്ളതല്ലേ. സഖാക്കളോട് ചോദിച്ചു നോക്കൂ. സഖാക്കള് ഈ കേരളത്തിൽ ഏറ്റവും വലിയ പാർട്ടിയാണ്. അവർ ബക്കറ്റുമായിട്ട് തെണ്ടാത്ത ഒരു ഇടവും കേരളത്തിലില്ല. അവർക്ക് എത്ര കിട്ടാറുണ്ട്? ഡെയിലി ഇത്രയും പൈസ കിട്ടാറുണ്ടോ ഒരു ഏരിയയിൽ? ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അതിനകത്ത് അവർക്ക് സംശയം തോന്നി, കേസുണ്ട്, അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുള്ളി ഇപ്പൊ സുപ്രീം കോടതി പോലെ ഏത് കോടതിയിൽ പോയാലും ഈ പോലീസ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകണ്ടേ? എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ പണം? സ്വാഭാവികമല്ലേ ചോദിക്കുന്നത്, അതിന് ഉത്തരം കൊടുക്കണ്ടേ? അതല്ല എന്റെ സൗകര്യത്തിന് ജീവിക്കാൻ പറ്റുമോ ഇവിടെ? നമുക്ക് ആർക്കും അത് പറ്റില്ല. നമുക്കൊക്കെ പലതും ഉണ്ടാകാം, പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. എന്റെ സൗകര്യമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ FCRA വരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ FCRA വന്നാലും അതിന് വലിയ രീതിയിലുള്ള കോലാഹലം കേരളത്തിൽ പോലും ഉണ്ടാകില്ല. അതിന് കാരണം ഇലക്ഷൻ കഴിഞ്ഞു, ഇനി തുള്ളിയിട്ട് കാര്യമില്ല. ഇടതിനും വലതിനും പിന്നെ വലിയ റോളൊന്നും ഇപ്പൊ പാർലമെന്റിലില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമരം കൂടെ വന്ന പശ്ചാത്തലത്തിൽ ഈ വിധ്വംസക പ്രവർത്തകർക്ക് വലിയ രീതിയിൽ തന്നെ ഇത്തരം NGO, അത് ഞാൻ സഭകളെന്ന് മാത്രം അല്ല, അതിനകത്ത് അത് നവസഭകൾ അടക്കമുള്ള കുറെ സഭകളെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി മറ്റു സംഘടനകൾ ഒരുപാട്, പ്രത്യേകിച്ച് പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള ഖാലിസ്ഥാൻ അനുകൂലമായിട്ടുള്ള അനവധി NGO ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്സും ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ FCRA അറിയാമല്ലോ, അത് എല്ലാവർക്കും ബാധകമാണ്. ഹിന്ദുവിനും ബാധകമാണ്, ജൂതനും പിന്നെ ജൈനനും ബാധകമാണ്, ബുദ്ധനും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. എല്ലാ ഒരു ഇതിലൊക്കെ ഉള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ ഈ അഭിജിത് ദീപ്കയൊക്കെ ഒരു അരാജകവാദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അരാഷ്ട്രവാദത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവര് പറയുന്നതാണ് നിയമം, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം എന്നൊരു നിലയിലേക്കാണ് ഇപ്പോൾ അവർ പോകുന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ ഇന്ത്യൻ ജനത തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ജെൻസിയോ ആൽഫയോ എന്ത് തന്നെ ആയാലും പറയുന്നതിൽ ന്യായം ഉണ്ടാകണം. നീറ്റ് പരീക്ഷയുടെ ന്യായം നിങ്ങൾ വിഴുങ്ങി. നീറ്റിൽ നിങ്ങൾ ധർമ്മേന്ദ്ര പ്രധാനെ നിങ്ങൾ രാജിവെപ്പിച്ചു. പക്ഷെ പഞ്ചാബിൽ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടി.
ഉം. ജാർഖണ്ഡിൽ ഇന്ന് നമ്മൾ ചെയ്തിരുന്നു ആ വാർത്ത ഇന്നലെ. അതെ അതെ ആ അതെ വാർത്ത ആ ഒരു അതിൽ നിന്ന് തന്നെ ഒരു സംഭവം ഉണ്ടാക്കി ഇവർ ഒളിച്ചോടുകയാണ്. അത് പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെയില്ല. കേരളത്തിലെ PSCയുടെ വിഷയത്തിൽ ഉം. ഇവിടുത്തെ ഈ സമരത്തെ പിന്തുണച്ച ഇടതുപക്ഷക്കാർക്ക് പറയാനൊന്നുമില്ല, UDF പറയാനൊന്നുമില്ല. ഇപ്പൊ അപ്പൊ പുതിയ ഇങ്ങനെ ക്യാപ്സ്യൂൾ പോകുന്നത് ഇറങ്ങിയിരിക്കുന്നത് എന്താ അറിയോ? കമ്മികളുടെ പുതിയ ആ ക്യാപ്സ്യൂളാണ്. നിങ്ങൾ നീറ്റ് പരീക്ഷയുടെ കുറിച്ച് പ്രതികരിച്ച ആൾക്കാരോട് ചില ആൾക്കാർ ചോദിക്കുന്ന കേട്ടിട്ടില്ലേ, നിങ്ങൾ എന്ത് PSCയിൽ പ്രതികരിച്ചു, നിങ്ങൾ അതിൽ പ്രതികരിച്ചു, ഇതിൽ പ്രതികരിച്ചു, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം. അവർ അപകടകാരികളാണ്. കാരണം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ചോദ്യം, നീ PSC പരീക്ഷയിൽ പ്രതികരിച്ചോ എന്ന് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം, അവർ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നീറ്റ് പരീക്ഷയുടെ ഈ തട്ടിപ്പിനെ ലഘൂകരിക്കാനാണ് എന്നുള്ളതാണ് കമ്മികളുടെ പുതിയ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഒരു വലിയ കമ്മി വിദ്വാൻ ഇത് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ അല്ല അറിയോ, അവിടെ നമ്മൾ നീറ്റ് പരീക്ഷയെ ചോദ്യം ചെയ്തിട്ട് നമ്മൾ കൂടെ ചോദ്യം ചെയ്തിട്ടാണ് നമ്മൾ PSCയെ കുറിച്ച് ചോദിക്കുന്നത്. നമ്മൾ ചോദ്യം ചെയ്ത് അല്ല ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്തു. അല്ല അതിൽ തന്നെ അവര് തെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ ആ വീഡിയോയിൽ. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഉം. ലഘൂകരിക്കാനാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നടന്നിട്ടുണ്ട് കാര്യമെന്ന് പുള്ളി പറയുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നടന്നിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യവുമുണ്ട്. അതാണ് പറയുന്നത്. ഉം. ഇതിനേക്കാൾ കുറച്ചുകൂടെ മറ്റേതാണ് വലുത് എന്ന് പുള്ളി പറയുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാർക്ക് ബുദ്ധിയില്ല. അപ്പം അതൊന്ന്. ഉം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കേസ് എടുക്കുന്നവരെല്ലാം, അതായത് ആ പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടതാണ്. അതിൽ പറയുന്നത് വളരെ വളരെ, അതായത് ഈ ഇത്രയും പ്രായമുള്ള പെൺകുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന കാര്യമാണോ ആ വാക്ക്? തെറിയാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഇത് ഒരു പബ്ലിക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ആ പെൺകുട്ടിയുടെ വീഡിയോയിൽ പറയുന്നത്? ഈ പ്രായത്തിനിടയ്ക്ക് ഇത്രയും കുരുത്തക്കേട് പറയാൻ പറ്റുമെങ്കിൽ പോലീസിന് സ്വാഭാവികമായിട്ട് ഇതിനെ എന്റെ ചോദ്യം പൊന്നു ചെയ്യാൻ പറ്റും. ചേട്ടാ, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ആ വീഡിയോയിലാണെങ്കിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ തല്ലുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. ചേട്ടൻ കണ്ടു കാണുമല്ലോ. ആ അധ്യാപകൻ കുട്ടിയെ തല്ലുന്ന വീഡിയോ പുറത്തു വന്ന ശേഷം അധ്യാപകന് പൂരത്തെറിയായിരുന്നു. അത് എടുത്തത് ആ ക്ലാസ്സിനകത്തുള്ള ഒരു വിദ്യാർത്ഥിയാണ് അത് എടുത്തത്. അയാൾ ആ വിദ്യാർത്ഥി അത് എടുത്തിട്ട് ഇത് പുറത്തു വിട്ട് അധ്യാപകനെ ഊടുപാടും നാറ്റിച്ച്. ഇന്ന് അധ്യാപകൻ വന്ന് ഒരു വീഡിയോ പുറത്തിട്ടിട്ടുണ്ട്. അധ്യാപകൻ പറയുന്നത് എന്താ അറിയോ? പറ്റിപ്പോയി, ഞാൻ ഇല്ല. പക്ഷെ ആദ്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പുള്ളി എന്നെ പറയുന്നുണ്ട്, പുള്ളിക്ക് കണ്ണ് കണ്ടുകൂടാ. ആ അധ്യാപകൻ കണ്ണ് കണ്ടുകൂടാത്ത അധ്യാപകൻ അയാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെയുള്ള വിദ്യാർത്ഥികൾ കയറി ഡെസ്കിന്റെ മുകളിൽ ഇരിക്കുക, ബെഞ്ചിന്റെ മുകളിൽ ഇരിക്കുക. ഒരു ടീച്ചർ വന്നപ്പോൾ ഈ വിദ്യാർത്ഥി ബെഞ്ചിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. നീ എന്താ ബെഞ്ചിന്റെ മുകളിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച് താഴെ ഇറക്കി. അത് ഈ അധ്യാപകന് വലിയ നാണക്കേടായി പോയി. അയാള് എന്റെ കണ്ണ് കാണാത്ത ആ ഒരു അംഗപരിമിതനാണ് എന്നുള്ളത് വെച്ചിട്ട് വിദ്യാർത്ഥികൾ അത് മുതലെടുത്ത് എന്നെ പരിഹസിക്കുന്നു കണ്ട് അയാൾക്ക് കയ്യിൽ നിന്ന് പോയി. അയാൾ ഈ വിദ്യാർത്ഥിയെ പിടിച്ച് 2 അടി കൊടുത്തു. ഞാനൊക്കെ കൊണ്ട് അടിക്ക് കൈയും കണക്കുമില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതായത് വിദ്യാർത്ഥികൾ തല്ലാൻ പാടില്ല. ഈ TG മോഹൻദാസ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടോ? വിദ്യാർത്ഥികളെ തല്ലാൻ പാടില്ല. വിദ്യാർത്ഥികൾ എന്താ തല്ലിയ? വിദ്യാർത്ഥികൾ കഞ്ഞന്തിരിവ് കാണിച്ച വിദ്യാർത്ഥികളെ തല്ലണ്ടേ? എങ്കിൽ പിന്നെ ഇവിടെ മറ്റേ ജുവനൈൽ ഹോം ഒന്നും ആവശ്യമേ ഇല്ലല്ലോ. വിദ്യാർത്ഥികൾ എന്താണ്, കഴിഞ്ഞ ദിവസം KSUവിന്റെ വിദ്യാർത്ഥികൾ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു പിള്ളേരെ ഇറക്കി നിർത്തിയിട്ട് മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ്, നരേന്ദ്രമോദിയുടെ തന്തയുടെ വകയല്ല ഇന്ത്യ. ആ കൊച്ചു പിള്ളേർക്ക് നരേന്ദ്രമോദി ആരാണെന്ന് അറിയാമോ? എന്താണ് വിളിക്കുന്നതിന്റെ ഗൗരവം എന്താണെന്ന് അറിയാമോ? ഒന്നും ഒരു ഐഡിയ എനിക്കില്ല. ബേസിക്കലി ഈ പൊളിറ്റിക്സ് കാരണം ജെൻസി മലീമസമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ചിന്തിക്കുന്ന കുറെ ആൾക്കാരും, ഒരുപാട് ആൾക്കാർ ഇത് ചിന്തിക്കുന്നു. അത് വേറെ. അല്ല, ഈ കുട്ടികളെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചുള്ള കുഴപ്പം, ഇപ്പൊ പുള്ളി ആ കുഞ്ഞുങ്ങള് ചിലപ്പോ നരേന്ദ്രമോദി ആയിരിക്കും ഇത് പറയുന്നത്. നാളെ ഇവന്മാര് തിരിച്ച് ഇവന്മാരെയും പറയും, രാഹുൽ ഗാന്ധിയും പറയും. കാരണം അവരെ സംബന്ധിച്ചൊരു വാക്ക് കിട്ടി, അവർക്കൊരു ഇത് കിട്ടിയില്ല, പിന്തുണ കിട്ടി. ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമില്ല. എന്ത് തെറിയും പറഞ്ഞിട്ട് അത് പ്രായത്തിന്റെ ബേസിൽ എന്താ, ഇതിനേക്കാൾ വലിയ പോക്കൃത്തരങ്ങളൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്. ഈ സത്യം പറഞ്ഞ ഈ കേരളത്തിൽ ഈ പരുവത്തിലാക്കിയ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. താലി പൊട്ടിച്ചൽ സമരം, ചുംബന സമരം, യോനി സമരം, എന്തൊക്കെയോ സമരങ്ങൾ അഴിഞ്ഞാടി നടക്കുന്നതാണ് സ്വാതന്ത്ര്യം, എന്തും പറയുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുന്തം ഈ രാജ്യത്തില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു അതിരുണ്ട്. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു വാക്ക് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ കേസാവും, ഗുലുമാലാകും. കാരണം അത് നമ്മൾ ഇത് ഞാൻ ചോദിച്ചിട്ട്, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്താണ് സൗദിയിൽ കാണിക്കാത്തത്? സൗദിയിൽ ഒരു ഇറാനെ പിന്തുണച്ച് ഫോട്ടോ ഇട്ടതിനാണ് 29 അകത്ത് കിടക്കുന്നത്, ഇതുവരെ വിട്ടിട്ടില്ല. ഇങ്ങനെ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ജനാധിപത്യം ഉള്ളിടത്തൊക്കെ ഈ പരിപാടിയാണ് നടക്കുന്നത്. ജനാധിപത്യ രാജ്യം എന്നാണ് പറയുന്നത്. ഈ ജനാധിപത്യം ഉള്ളിടത്തെല്ലാം ഈ പരിപാടി നടക്കുകയാണെങ്കിൽ പിന്നെ രാജ്യത്തിന്റെ ആവശ്യമില്ല, പോലീസിന്റെ ആവശ്യമില്ല, കോടതിയുടെ ആവശ്യമില്ല, ആരുടെ ആവശ്യമില്ല. അതായത് ഈ ഒരു പരിധി വരെ ഇതിലേക്ക് പോകുന്നതിന് ഒരു കാരണം രക്ഷകർത്താക്കൾ തന്നെയാണ്. അവർ കൂടി അറിയാതെ ഇത് പോകില്ല. ഇല്ലെങ്കിൽ ഇത്രയും മോശമായിട്ട് ആ കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ട്,
അത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 തല്ല് പോലീസുകാർ കൊടുത്താലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ രീതിയിലാണ് ആ കുട്ടി പറഞ്ഞു വരുന്നതെങ്കിൽ അത് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ എന്ത് രീതിയിലായിരിക്കും അത് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, കൊച്ചുകുട്ടികൾ തെറി വിളിക്കുമ്പോൾ ചിരിക്കുന്ന രക്ഷകർത്താക്കളെ കണ്ടിട്ടുണ്ട്. അവരറിയുന്നില്ല ഈ കുട്ടി ഇച്ചിരൂടെ കഴിഞ്ഞ് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഈ രക്ഷകർത്താക്കളെ തന്നെ തെറി വിളിക്കുമെന്ന്. കാരണം നാട്ടുകാർക്ക് ഒരു ശല്യമായി മാറും. നമുക്ക് ഇപ്പോൾ അത് രസമായി മാറും, പിന്നെ നാട്ടുകാർക്ക് ശല്യമായി മാറും. ഇപ്പൊ പാറ്റയുടെ സമരം നടത്തിയവന്മാരെയൊക്കെ ഇപ്പം വഴിനീളെ കണ്ട് ഓടിച്ചിട്ട് അടിക്കുന്നുണ്ടല്ലോ ജനം. കഴിഞ്ഞ ദിവസം ഒരു എക്സ് സർവീസ് മാൻ UP മറ്റോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഈ പാറ്റ സമരം നടത്തി വിജയ ശ്രീലാൽ അദ്ദേഹം വന്ന് ഒരുത്തിന് തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഞാൻ എക്സ് ആണ്, ഞങ്ങൾ 50 ലക്ഷം എക്സ് സർവീസുകാർ ഈ രാജ്യത്തുണ്ട്, ഞങ്ങളൊന്ന് ഇറങ്ങി നിന്നാൽ നീയൊക്കെ അപ്പോഴേ തീരാനുള്ളതേ ഉള്ളൂ, നീയൊക്കെ സമരം ചെയ്തോ, ഞങ്ങൾ അനുകൂലമാണ്, സമരം ചെയ്തോ അനുകൂലമാണ്, പക്ഷെ നീയൊക്കെ ഈ തെറി വിളിക്കുന്ന തന്തയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ, അത് അനുവദിക്കാൻ പറ്റില്ല എന്നാൽ കൃത്യമായിട്ട് പറയുകയും ഈ നേതാവ് ഒന്നും മിണ്ടില്ല, വന്ന ഓട്ടോയിൽ തന്നെ പുള്ളി തിരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് അവസ്ഥ. അങ്ങനെ രാജ്യത്തെ വെല്ലുവിളിക്കാൻ, രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാ. അതിനിപ്പോ ഏത് പാർട്ടിയായാലും എന്ത് പാർട്ടിയായാലും ഒരു ചുക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇതിന് അപ്പുറത്തെ ഒരു സൈഡ് ഉണ്ടെന്നേ. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു ഭൂരിപക്ഷ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അവർ ഉടനടി പ്രതികരിക്കുന്ന ഒരു സമൂഹമല്ല. അവരിതിങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാന നിമിഷത്തിൽ പ്രതികരിക്കുന്നതാണ്. അതാണ് കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് നമ്മൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ തുടക്കത്തിലെ പ്രതികരിക്കുകയല്ല അവരുടെ ഒരു രീതി, എന്തെങ്കിലും കേൾക്കുമ്പോൾ പ്രതികരിക്കുകയില്ല. പക്ഷെ ഇത് നമുക്ക് അംഗീകരിക്കാം. സോഷ്യൽ മീഡിയ കൊണ്ട് ഞങ്ങൾ യുവാക്കളെ ഈ പ്രിവിലേജ് ഒന്നും ഇവിടെ ജെൻസിക്കില്ല. യൂത്തിനൊന്നോ പിന്നെ സീനിയർ സിറ്റിസനൊന്നോ കൊച്ചു കുഞ്ഞിനും പ്രിവിലേജ് ഇല്ല എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഈക്വൽ ആണ് നിയമം. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പൊ ഒരു കൗമാരക്കാരൻ കുറ്റം ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? എത്രയോ ജുവനൈൽ ഹോമിൽ എത്രയോ പേരാ കിടക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. കുറച്ചു നാൾക്ക് മുമ്പ് നിർഭയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ദില്ലിയിലെ തെരുവോരങ്ങളിൽ ഒരു ബസ്സിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അതിൽ അവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് 18 വയസ്സിന് താഴെ ഒരു ചെറുക്കനായിരുന്നു. കോടതി എന്താ പറഞ്ഞതെന്നറിയാവോ? ഇവനെ അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല. കാരണം ഏറ്റവും ക്രൂരത ആ പെൺകുട്ടിയോട് കാണിച്ചത് ഈ പറയുന്ന 18-കാരനാണ്. അവനെ ജയിലിൽ തന്നെ ഇടുക, അവന് തൂക്കുകയർ നൽകുക എന്നാണ് പറഞ്ഞത്. കാരണം അത്രത്തോളം ക്രൂരതയാണ് ചെയ്തത്. പ്രായം കുറവാണ് എന്നതുകൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ഒരു 10-15 വയസ്സുള്ള ഒരു ചെറുക്കനെ പറഞ്ഞിട്ട് കൊല്ലാമല്ലോ. ജെൻസി അല്ലേ, ജെൻസി കൊന്ന കേസില്ല. മറ്റേ അബ്ജിദ്ദീപ് ടീമും വരും, അവനെ വിട്ടേക്കൂ. ജെൻസി അല്ലേ, ജെൻസി ഒന്നുമില്ല. അത് തന്നെ ഈ അബ്ജിദ്ദീപ് ഒക്കെ ജെൻസി ആയിട്ടിരിക്കൂ. അത് മറ്റൊരു കാര്യം. ജെൻസികളെ എപ്പോഴും എല്ലാ കാലത്തും അവർക്ക് നമ്മൾ മച്ച മലയാളത്തിൽ പറഞ്ഞ എന്താ ചോര തിളയ്ക്കുന്ന പ്രായമാണ്. ആ ചോര തിളയ്ക്കുന്ന പ്രായം ഒരു പരിധി കഴിഞ്ഞാൽ നാട്ടുകാരുടെ ചോര തിളയ്ക്കും. അത് അവിടെയാണ് ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ. ഇനി ഈ സമരം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ഇനി പാറ്റാ സമരം ഒന്നും പറഞ്ഞിട്ട് ഈ തലപൊക്കത്ത്. കാരണം ഇത് കാണിക്കുന്ന തെമ്മാടിത്തരമാണ്. കാരണം ഒന്നുകിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ എല്ലാ സംസ്ഥാനത്തുള്ള ഇതേപോലുള്ള ചോദ്യപേപ്പർ അഴിമതികൾക്കും കാര്യങ്ങൾക്കുമെതിരെ സമരം ചെയ്യുക. ഏതായാലും ഈ FCRA വരുന്നതോടുകൂടി ഏതാണ്ട് ഒരു വിഭാഗത്തിന്റെ ഒച്ചപ്പാടും ബഹളവും അവിടെ അവസാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കേന്ദ്രം പണി തുടങ്ങിയിട്ടുണ്ട്. ഒരു വഴി കൂടെ തന്നെ മെറ്റയ്ക്കെതിരെ കേസായിട്ടുണ്ട്. മറ്റേ വിളിച്ചു വരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ ഞെരുക്കാൻ തുടങ്ങും. കാരണം ഓൾറെഡി തന്നെ അവർക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാമിലെ എന്താണ് പറയുന്നത് വീഡിയോസ്, അതിലൊക്കെ അശ്ലീലപരമായ വീഡിയോസ് ആണ്, സെൻസറിങ് ഇല്ലാത്ത അശ്ലീലപരമായ വീഡിയോസ് വരുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ കേന്ദ്ര സർക്കാരിന് പാർലമെന്റിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനെതിരെ നടപടി എടുക്കണം, നമുക്ക് എന്താണ് അതിലുള്ളത് എന്ന് ചോദിക്കുകയും കോടതികൾ പലവട്ടം ചോദിക്കുകയും ചെയ്തൊരു വിഷയം. ഇനി അതിനകത്തൊക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.